ഗൈസ്, വെൽക്കം ബാക്ക് ടു സമാസ് വ്ലോഗ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് എസ്മ ദിവസത്തിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ കിപ്ലിനെയും ലക്കിനെയും ക്യാമലിനെയും ഒക്കെ നാളെ കൊണ്ടുപോകുന്ന ദിവസം. അപ്പോൾ ഫൈനൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കിപ്ലിൻ്റെയും ലക്കിൻ്റെയും ക്യാമലിൻ്റെയും ഒക്കെ ഫൈനൽ വീഡിയോ അല്ല, ഫൈനൽ വീഡിയോൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഇട്ടത്. താത്താക്ക് ഫിൻഡൽ നയിച്ചാലെ പണിയാണ് ഈ കാണുന്നത്. താത്ത കഴിച്ചാനേ നീനമ്മ കൊടുക്കൂല, അവൾക്ക് ഉറപ്പാണ്. നീനമ്മനെന്ന് അവൾ ദൂരെ കൊണ്ടുവന്ന് എഴുതിയിട്ടാണ്. ഇപ്പോൾ പുതിയ മേടിച്ച മൂര കേട്ടോ ഇത്. ഇവനിപ്പോൾ 2 മൂരുണ്ട്. ഒന്നിനെ ഞങ്ങൾ ഒന്നിനറുത്തപ്പോൾ അവൻ പെരും കരച്ചിലായിരുന്നു ഓൻ്റെ ഇരുന്ന് കൊണ്ടുപോയപ്പോട്ടോ. അപ്പോൾ അത് പാവായി കുത്തിരിക. രണ്ടാളുണ്ടായിരുന്നപ്പോൾ രണ്ടാൾ തല്ലൂടി കളിച്ചിരുന്നു. ബാങ്ക് കൊടുക്കുന്നുണ്ട്. തല്ലൂടി കളിച്ചതിൻ്റെ ഇടയിൽ ഒന്ന് പോയി കൊണ്ടതാണ്. ഇപ്പോൾ കരഞ്ഞ് വിഷമിച്ചൂടെ കുത്തിരിക്കുന്നുണ്ടില്ലേ. അപ്പോൾ നമുക്ക് കിപ്പിളിൻ്റെ അടുത്തും ക്യാമലിൻ്റെ അടുത്തൊക്കെ പോയേക്കാം. ലെറ്റ്സ് ഗോ. താത്ത ഇന്നെ കൊണ്ടത് ഫിൻഡലിനെ ഇറക്കാൻ വയ്ക്കൂല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ എന്നോട്. അങ്ങനെ ഞാൻ വെറുതെ ചെന്ന് നോക്കിയപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാരനെ വിളിച്ചതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഞാൻ പോയി മതിൽ ബെന്നും താത്താൻ്റെ വിക്രസും കാണാം കേട്ടോ. ലെറ്റ്സ് ഗോ. കുഞ്ഞു വാ. ഗൈസ് ഇനി നമ്മൾ ഇത് കുഞ്ഞിന് വന്നിട്ടു ഗൈസ്. ഇത് നമ്മളെ കിപ്പിളിൻ്റെ ഒപ്പം ലക്കി ബോയിൻ്റെ ഒപ്പം ക്യാമലിൻ്റെ ഒപ്പം ഒക്കെ ലാസ്റ്റ് ഡേ ആണ്. ഇവിടെ ഉണ്ട് കേട്ടോ, കിപ്പിളി ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിനെപ്പറ്റി സാമക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. എന്താ പറയല്ലേ, സങ്കടം ഉണ്ടോ? സാധാരണ എല്ലാ മൂവികളും ഇതേപോലെ പോണ പോലെ കരുതാനും പറ്റില്ല. കാരണം നമ്മളവിടെ കുറേ നല്ല ജനിച്ച മുതൽ ഓൻ ഞങ്ങളിപ്പുണ്ട്. ഓനന്ന് ചെറുപ്പത്തിൽ കൊടുന്ന ഓർമ്മയുണ്ട്. ഓൻ ജനിച്ച് പിറ്റേ ദിവസമാണ് നമ്മൾ കൊടുന്നത് ഓനെ. അപ്പോൾ പിന്നെ അന്ന് മുതൽ ഇത്രയും കാലം നിൽക്കുമ്പോൾ ചെറിയ സങ്കടം. കിപ്പിളി മാത്രമല്ല, ലിസ്റ്റ് അങ്ങനെ തന്നെ, എനിക്ക് ക്യാമലിനെ അങ്ങനെ തന്നെ. അപ്പം ആരെയാണ് കൂടുതൽ ഇഷ്ടം, കിപ്പിളിനാണോ ലക്കിനാണോ? അപ്പോൾ പിന്നെ എന്താ നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം? പറഞ്ഞു അപ്പോൾ ഗൈസ് ഇന്ന് സങ്കടമുള്ള ദിവസമാണ്. കാര്യം പറയട്ടെ ഗൈസ്, എന്താ പറയുക, താത്തമാരെ ഇന്നെ വീഡിയോ എടുക്കാൻ ഓള് ഒരിക്കലും വരില്ല. കാരണം എന്താ അറിയുമോ, ഇന്നലെ അവൾക്കൊരു ഫോട്ടോഷൂട്ട് കിട്ടി. പക്ഷെ ഐഫോണിലാണുള്ളൂ. നമ്മളൊക്കെ സാധാ ഫോണിലെല്ലാം എടുത്തു, അവൾ ഐഫോണിലെടുത്തു. ഞങ്ങൾ ഐഫോണിലെടുത്തു. പവറാണ് ഇങ്ങനെ കിടന്നാണ് അവൾ കാണുന്നത്. അതിനാണ് ഇവളിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ. അല്ലെങ്കിൽ അവൾ വരന്നല്ല കേട്ടോ, തിരിഞ്ഞ് മൈൻഡ് ചെയ്യില്ല. അധികം വീഡിയോസ് എടുത്തത് ഞാനാക്കറി ഗൈസ്. കാരണം നിങ്ങൾ പല വീഡിയോസ് ആകുമ്പോൾ എനിക്ക് വോയിസ് കൊടുത്ത വീഡിയോയിലും പറയുണ്ടാവും താത്തേനെ എടുത്തിക്കണേ, താത്തേന് വോയിസ് എന്താ എല്ലാം ചെയ്തിരിക്കണേ. അപ്പോൾ ഇന്നലത്തെ നമ്മളെ നോമ്പറിൻ്റെ വീഡിയോയിൽ കൂടി ഒരു പറയുന്നുണ്ട് ഞാൻ എടുക്കുക. കാരണം ഞാനാണ് അധികം എടുക്കാറ്. വീഡിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് തുടങ്ങിയപ്പോഴാണ് കോള എടുത്തിരുന്നത്, വോയിസ് ഓർഡർ കൊടുത്തിരുന്നു ഞാനായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഞാനെടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഓളെന്ത് ചെയ്തിക്കണു, ഓളെടുക്കൽ തന്നെയല്ല, ഇന്നലെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു ഗൈസ്, അതിൻ്റെ റിപ്ലൈ ഒന്ന് കൊടുത്താൽ നമ്മൾ എന്താ ഇമ്മമാനെ മൗലൂദ് സന്തോഷത്തോടെ നടത്തണേന്ന്. അപ്പോൾ കമൻറ്റ് വന്നിരുന്നു, അതിൻ്റെ റിപ്ലൈ എന്താ വെച്ചാൽ കൊടുക്കാൻ. അത് കാരണം എന്താ വെച്ചാൽ ഇമ്മമാനെ എനിക്ക് ഒന്നാമതാണുള്ളത് ഇഷ്ടമാണ്. പക്ഷെ ഉമ്മമാൻ്റെ ഹോബി എന്താ വെച്ചാൽ മൗലൂദിനൊക്കെ പോകുമ്പോൾ സന്തോഷത്തോടെ പോയിട്ട് ഓലൊക്കെ നല്ല. അപ്പം നമുക്ക് ഇന്നലെ കമൻറ്റ് വന്നിരുന്നു, എന്താണ് എനിക്ക് പറയാനുള്ളത്. കമൻറ്റ് എന്താ വെച്ചാൽ, എന്താണ് നിങ്ങൾ ഉമ്മമാൻ്റെ മൗലൂദ് എന്താ ഹാപ്പി ആയിട്ട്. ആ കമൻറ്റ് ഞങ്ങൾ വെറുതെ പറയല്ല, ഞാൻ അവിടെ പിൻ ചെയ്യാം കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഒരർത്ഥത്തിൽ ഓൾ ചോദിച്ചതിനൊരു കാരണമുണ്ട്. ഇത്ര ഹാപ്പി ആയിട്ട് ഒരാൾ മൗലൂദ് നടത്തില്ല. പക്ഷെ ഉമ്മമാൻ്റെ ഹോബി വെച്ചെന്താ, മൗലൂദിന് പോയി നല്ല ഹാപ്പിനെസ് ആയിട്ട് മൗലൂദിന് പോകാനാണ് ഉമ്മമാൻ്റെ ഇഷ്ടം. കാരണം ആ വീട്ടുകാരെ മരിച്ച ആളെ പിന്നെയും ഓർമ്മിപ്പിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യണം. ഉമ്മമാർക്ക് അതാ ഇഷ്ടം. നമ്മൾ ഉമ്മമാൻ്റെ മൗലൂദ് അതേപോലെ ചെയ്യുന്നുള്ളൂ. പിന്നെ എല്ലാവരും കൂടെ വന്നില്ല ഹാപ്പി, എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഹാപ്പി. ഒന്നാമത് നോമ്പ് തുറയുന്നു, പിന്നെ ഉമ്മമാൻ്റെ മൗലൂദ് ഉണ്ട്. അങ്ങനെ 2 ഒരുമിച്ച് നടത്തിയത് അത്രേ ഉള്ളൂ. അപ്പോൾ കിപ്ലിനോടൊപ്പമല്ലേ ലാസ്റ്റ് മൊമെൻ്റ് ആണ്. ബാ കിപ്ലിൻ്റെ അടുത്ത് കൊണ്ട് നിന്നിട്ട് നമുക്ക് എടുക്കാം. ബാ ഫിംഗൽ ഇവിടുന്ന് പോരാൻ കൂട്ടുവെക്കണില്ല. ഫിംഗൽ ഇവിടെ പുലുട്ടിയിൽ കിടക്കാനാണ്. ലക്കി പോയി ക്യാമലീന അവിടെ കാലൊക്കെ ഇട്ടിട്ട് ലക്കി പോയി. നമ്മുടെ വില്ലൻ ആരാന്ന് അറിയോ? ഈ കൂട്ടത്തില് നമ്മളെ വില്ലനാണ് ഇത്, നമ്മുടെ സ്വന്തം കിപ്ലി. പക്ഷെ നമ്മളെ ഏറ്റവും പാവ ഏതാ അറിയോ? ഈ 2 കേട്ടോ ഈ കൂട്ടത്തില്. ബാക്കിയുള്ള കുറച്ച് മീണ്, കുറച്ച് കുത്തലും, കുറച്ച് കളിച്ചിരിയും ഒക്കെ ഉണ്ട്.
ഈറ്റാൾ മാത്രമേ ഇപ്പോൾ ആ ഒരു മൂലക്ക് അടങ്ങിയിരിക്കുന്നുള്ളൂ. ഈറ്റാൾ തിന്നുക, കടന്നിറങ്ങുക, പുറത്ത് പോവുക, ഇത്രയുള്ള ഈറ്റാളെ ഹോബി. പക്ഷേ ഇപ്പോഴും അങ്ങനെ കുത്തലും കൊണ്ടില്ല. കുത്തലുണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. പക്ഷേ ഇനി നമ്മളെ അവസാനത്തെ മൊമെൻ്റ് ആകുമ്പോൾ ഇവിടെ കുത്തൽ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഓൻ്റെ കാലിന് നല്ല വരുത്തനുണ്ട് കേട്ടോ. ഓന് നാളെ കുത്തി കളിച്ചപ്പോൾ ഓൻ അവസാനം കൊയിഞ്ഞാടി ഇവിടെ നിന്നിട്ട്. അപ്പോൾ എൻ്റെ കാല് വരുത്തായിട്ടും കാല് പൊക്കുന്നുണ്ട് കേട്ടോ. ഇടക്കിടക്ക് പൊക്കും, ഇടക്കിടക്ക് താത്തും. അതാണ് എൻ്റെ ഹോബി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം 6:25 ആയിക്കോളൂ, വാങ്ങി കൊടുക്കാനായിക്കോളൂ. ചെന്നിട്ട് വേണം ഒക്കെ എന്ത് സെറ്റപ്പൊക്കെ ഗെറ്റപ്പൊക്കെ വെക്കാൻ. അപ്പോൾ വൈൻഡപ്പ് ചെയ്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത ബൈ. മറക്കണ്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഗൈസ് അമ്മ കരയുന്നു. തമ്മൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാടുന്നു. അതുപോലെ പോകുമ്പോഴേക്ക് കണ്ണിന് ചാടും കേട്ടോ. അതേ ചാടില്ല. ഇതിനെ അതേപോലെ കത്തിക്കട്ടോ. ഇപ്പൊ പറഞ്ഞോട് അങ്ങനെ കെട്ടിയതാണ്. അപ്പോൾ ഗൈസ് ഒരു ടാസ്കും കൂടി ബാക്കിയുണ്ട്. ഈ ഫിങ്കൽ ഇവനെ ഞാൻ ഇവിടെ നിൽക്കുന്ന ഫിങ്കലിനെ ഇവിടെ വന്ന് കണ്ടു. കാരണം ഫിങ്കൽ അവിടെ